ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പോൾ ഒരു പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ശ്രുതി പറഞ്ഞ പ്രകാരം ചന്ദ്ര രവിയെയും കൂട്ടി പുറത്തേക്ക് പോകാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. അത് പ്രകാരം രവിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, രവിയേട്ടൻ എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വരണം, ശ്രുതിക്ക് വേണ്ടിയിട്ട് ചില നേർച്ചകൾ നേർന്നിട്ടുണ്ട്. മാത്രമല്ല രവിയേട്ടൻ എൻ്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ ആ നേർച്ചകളെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നേർച്ച നേരുന്ന സമയത്ത് എന്നോട് കൂടെ ചോദിച്ചിട്ട് വേണ്ടേ ചന്ദ്രയെ നേർച്ച നേരാനായിട്ട്, ഇതിപ്പോൾ അത്രയും ദൂരമുള്ള അമ്പലത്തിലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രവിയും ചന്ദ്രനും പുറത്തേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദൂരത്തുള്ള അമ്പലത്തിലാണെന്ന് അറിയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇവിടങ്ങളിലുള്ള ദൈവങ്ങൾക്കെല്ലാം തന്നെ ശ്രുതി അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇനി ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോയി അവന് വേണ്ടി വഴിപാടുകൾ കഴിക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയെ കളിയാക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓട്ടം ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് സച്ചി ആദിയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് തന്റെ പദ്ധതികളെല്ലാം തന്നെ വെറുതെ ആയി പോകുമല്ലേ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ശ്രുതി ടെൻഷനിൽ നിൽക്കുകയാണ്. അതിനുശേഷം മീഡിയ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചിയുടെ ഓട്ടം ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ അവൻ ഇവിടെ തന്നെയുണ്ട്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നീ അവനൊന്ന് ഓട്ടം വിളിക്കാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ ഒന്നുകൊണ്ടും പേടിക്കില്ല, എൻ്റെ ഫ്രണ്ട് മുഖേന തന്നെ ഞാൻ സച്ചിനെ ഒരു ഓട്ടം വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യണം. അതിന് ശേഷം കുറച്ച് ദൂരേക്കായിട്ടൊരു ഓട്ടം സച്ചിയെ വിളിക്കാൻ. അതേ സമയം സച്ചി പറഞ്ഞ അത്രയും ദൂരത്തേക്കുള്ള ഓട്ടമോ അത് ശരിയാവുകയില്ല, ഇനിയിപ്പോൾ ഓട്ടത്തിന് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് വിമലാൻ്റെ പറയുന്നുണ്ട്, അത്രയും വലിയ ഓട്ടോ ഒന്ന് ക്യാൻസൽ ചെയ്യൊന്നും വേണ്ട, ഞാൻ ആദ്യക്കൂടെ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ആ ഒരു വിശ്വാസത്തോട് തന്നെ പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ശ്രുതി ഭയങ്കര ആശ്വാസത്തോടു കൂടി തന്നെ ആദിയുടെയും വിമലയുടെ അടുത്തേക്കായിട്ട് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രേവതി മീരയുടെ അടുത്തേക്ക് ഇരുന്ന് അതേ സമയം തന്നെ ബീരാനിക്ക് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ബീരാനെ കാണുന്ന സമയത്ത് വേഗം തന്നെ മീര പതറുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.